ഗൈസ്, തിരുവല്ല നിയോജക മണ്ഡലത്തിലുള്ള ആളുകളോടാണ് ഇത്തവണ നിങ്ങൾ അനൂപ് ആൻ്റണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചപ്പം തൊട്ട് ഈ പാർട്ടിയാണ്, മരിക്കുന്നത് വരെ ഞാൻ അതിനെ കുത്തു, അങ്ങനെയുള്ള ഒരു ദയവേദി ഇത് സ്കിപ്പ് ചെയ്തു പോകണം. കാരണം അവരാണ് നമ്മുടെ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന, പഠിപ്പുള്ള, വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കുന്നവരോടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് അനൂപ് ആൻ്റണിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതും വലതും മാറി മാറി ഭരിച്ച് നമ്മുടെ തിരുവല്ലയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്നലെ മോദി വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അനൂപ് ആൻ്റണി അദ്ദേഹത്തിൻ്റെ വലങ്കൈയാണ്. അനൂപ് ആൻ്റണി തിരുവല്ലയിലേക്ക് വരുന്നതെന്ന് പറയുന്ന പുള്ളിയുടെ ഒരു കൈ അറ്റുപോകുന്ന പോലെയാണെന്നാണ് മോദി ഇന്നലെ പറഞ്ഞത്. സുരേഷ് ഗോപിയെ പറ്റി പോലും മോദി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഈ അനൂപ് ആൻ്റണി ഇവിടെ തിരുവല്ലായി വരുവാണെങ്കിൽ ഈ 5 വർഷം മാക്സിമം വികസനങ്ങളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പോൾ തിരുവല്ല BJPയുടെ കിട്ടുവാണെങ്കിൽ ഒരു മാക്സിമം എഫോർട്ട് ഇട്ട് മാക്സിമം വികസനങ്ങൾ കൊണ്ടുവരാനേ ശ്രമിക്കത്തുള്ളൂ. 100% ഉറപ്പാണ് ഇവിടെ നല്ല നല്ല വികസനങ്ങൾ വരും. ഈ മാത്യു ടി തോമസിനൊക്കെ പോയി നിങ്ങൾ വോട്ട് കുത്തുന്നവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതായത് ആ വ്യക്തി എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് പോലും ബോധ്യമില്ലാത്തൊരുത്തനായിരിക്കും ഇനിയും പോയി ഈ മാത്യു ടി തോമസിനൊക്കെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? വർഗീസ് മാമൻ. ഈ മാമനും ഈ മാത്യു ടി തോമസും ഒക്കെ കണക്കായിരിക്കും. പക്ഷേ അനൂപ് ആൻ്റണി ഇവരിലൊക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പം BJP വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അങ്ങ് പള്ളി അടിച്ചു താർക്ക്, ഇവിടെ മുഴുവൻ കുത്തിത്തിരിപ്പാണ്, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾ ഒരൊറ്റ അവസരം കൊടുത്തേ. ഇവിടെ BJP ഭരിക്കുന്ന എത്രയോ ഇടങ്ങളിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ UPയിലെ ആൾക്കാരും പ്രാകൃതം പിടിച്ച കുറേ ആൾക്കാരും ഒക്കെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നതല്ല. BJP ഭരിക്കുന്ന മിക്കയിടത്തും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ സേഫാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ അത് ഒട്ടും നടക്കാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ നിങ്ങളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ പോയി ഈ മാത്യു ടി തോമസിനോ അല്ലെങ്കിൽ ഈ വർഗീസ് മാമനോ ഒക്കെ വോട്ട് ചെയ്താൽ അത് നമ്മുടെ തിരുവല്ലയോട് ചെയ്യുന്ന വളരെ ദ്രോഹപരമായ ഒരു പരിപാടിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വർഷം നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്ക്. 5 വർഷം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. കാരണം അത്രയും പവർഫുള്ളായ ഒരു ടൂളാണ് വോട്ട്. പലരും പറയുന്നത് BJP കയറി കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നിങ്ങളെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളല്ലേ വിചാരിക്കുന്ന മാറ്റണോ വേണ്ടയോ എന്ന്. ഇനിയും വോട്ടിന് വെറും 4 ദിവസങ്ങളൂടെ ഉള്ളൂ. നല്ലോണം ചിന്തിക്കുക. കാരണം നമ്മുടെ വെറുതെ പാഴാക്കി കളയരുത്. തിരുവല്ലയോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അനൂപ് ആൻ്റണിക്ക് വോട്ട് ചെയ്യണം. നമ്മുടെ നാട് മാറും, 100% ഉറപ്പാണ്. ഇനി മതമാണ് പ്രശ്നമെങ്കിൽ അനൂപ് ആൻ്റണി ഒരു ക്രിസ്ത്യാനിയാണ്. പുള്ളി നിൽക്കുന്നത് ഒരു ഹിന്ദു പാർട്ടിയിലാണ്. ഇതിപ്പോൾ എന്ത് മതേതരത്വമാണ് നമുക്ക് വേണ്ടത്?